Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. The person on your mind, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ്, കറന്റ് സിറ്റുവേഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് മേജർ ആയിട്ട് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കളക്റ്റീവ് ആയിട്ട് നോക്കുന്നത്. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. സോ ലെറ്റ് സി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണെ പറ്റി എന്താണ് നിങ്ങൾ അറിയേണ്ടത്, അവരുടെ സിറ്റുവേഷൻ, ഈ ഒരു സമയത്ത് നിങ്ങൾ കോണ്ടാക്റ്റിലുള്ള ആളുകളോ ഇല്ലാത്ത ആളുകളോ ഓർ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം മേ ബി പോകുന്നുണ്ടായിരിക്കാം. ഈ സമയം നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് കുറച്ച് ഫോക്കസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം ആ വ്യക്തിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങളോ നിങ്ങൾ എന്തൊക്കെയോ ഒരു പ്രത്യേകതകളോ നിങ്ങളിൽ എന്തൊക്കെയോ ഒരു വാല്യൂസ് ആ വ്യക്തി കാണുന്നത് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ വെരി കെയർഫുൾ. ആ വ്യക്തി ഒരു ടൈമിൽ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്തു, ഇപ്പം വരാനുള്ള സാഹചര്യം എന്താന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഈ സമയം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളിലേക്കുള്ള കാര്യങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുക. കാരണം ഈ ഒരു പീരീഡ് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും വരുത്താൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് ഈ വ്യക്തിയുടെ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. അവരുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ റെസ്പോൺസിബിലിറ്റിയിലേക്കായിരിക്കാം കൂടുതൽ നോക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ അതായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, മാരേജ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളാണ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു തേർഡ് പേഴ്സൺ എങ്കിൽ, ആ വ്യക്തി ഈ സമയം അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം. എസ്പെഷ്യലി ഈ വ്യക്തി മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ആള് പ്രാക്ടിക്കലി ആണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഒരു ഫാമിലിയിലേക്കാണ് അയാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു വലിയ രീതിയിൽ ഇമോഷണലി അവൈലബിൾ ആയിട്ട് ഉണ്ടാവണമെന്നില്ല. ചില ആളുകൾക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു സ്ട്രഗിൾ കൂടെ പോയിട്ടുണ്ടായിരിക്കണം കുറച്ച് മുൻപ് വരെ, നിങ്ങൾ സെപ്പറേഷനിൽ നിന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ ഈ വ്യക്തിയിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നത് എന്നുള്ളത്. ഓൾറൈറ്റ്, സോ ഡെഫിനറ്റ്ലി ആ വ്യക്തിയെ അട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് റീസൺ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ. ഓൾറൈറ്റ്, ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് വലിയ രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ മേലെ ചില റെസ്പോൺസിബിലിറ്റി ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ മേലും ആ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു ഉത്തരവാദിത്വം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അടുത്തൊട്ടും ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതല്ല. The person on your mind, what do you need to hear about this person? The person on your mind. ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് വേറെ ആളുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേറെ കാര്യങ്ങൾ കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് അത് ഫാമിലി ആയിരിക്കാം, ഫാമിലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ രണ്ടാളും സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡയറക്ട്ലി ചില കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ചർച്ചയാവുന്നുണ്ട്, ചില ഡിസ്കഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങൾ കറന്റ്ലി റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ ഒരു കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് വേറൊരാൾ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അത് കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ടോ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓൾറൈറ്റ്, മേ ബി ലൈക്ക് നിങ്ങൾക്കിടയിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ മാരേജിലേക്ക് ലീഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൻഡ് അവിടെ എന്തെങ്കിലുമൊക്കെ ക്ലാഷസ് നിങ്ങളുടെ ഫാമിലി തമ്മിലോ പാരന്റ്സ് തമ്മിലോ എന്തെങ്കിലുമൊക്കെ ക്ലാഷസ് കൊണ്ട് നിങ്ങൾ മാരേജിലേക്ക് എടുക്കാത്ത ചില ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, അത് മാരേജിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ മേലും കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മേലെ കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ചില ഇവന്റ്സ്
ഈ വ്യക്തിയെ നിങ്ങളുടെ കുറച്ച് വാല്യൂസ് കാണിച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സിറ്റുവേഷൻസ്. ഓക്കെ, സോ ഇതാണ് ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കണം ഈ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ നോക്കുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എൽഡർ ആയിട്ടുള്ള ലേഡി ഒരു സ്ട്രഗിൾ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ആ വ്യക്തിയുടെ പാരന്റോ നിങ്ങളുടെ പാരന്റോ ആ വ്യക്തിയുടെ അമ്മയോ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ എൽഡർ ആയിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കോംപ്രമൈസ് ആവുന്നതോ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്, ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, കാരണം നിങ്ങൾ രണ്ടുപേരും മാത്രമാവുന്നില്ല, അവിടെ വേറെ ആളുകളും റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു സമയം എസ്പെഷ്യലി ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ആ വ്യക്തിയുമായിട്ട് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ സമയം ആ വ്യക്തി വരുന്നതിനും അതിൻ്റെതായിട്ടുള്ള ആ വ്യക്തിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഡെഫിനറ്റ്ലി അയാൾക്ക് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, സോ അതൊരു ബാഡ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പോയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി ഏതൊരു അവസ്ഥയിൽ കൊണ്ടുവച്ചിട്ടാണ് വീണ്ടും തിരിച്ചു വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം ചില ആളുകൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ വീണ്ടും സംസാരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് എസ്പെഷ്യലി നിങ്ങൾ കുറെ കാലം കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സമയം ആ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ചില സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ പെർമിഷൻസ് ഇല്ല, അല്ലെങ്കിൽ ചില ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്, ചില തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചില ആളുകൾ കാരണം എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാനോ സംസാരിക്കാനോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ഒരു സമയം കുറച്ചുകൂടെ അറ്റൻഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം ആ വ്യക്തിയായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അഗൈൻ ഏതൊക്കെയോ രീതിയിൽ ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ലെറ്റ്സ് സീ എന്തൊക്കെ മേജർ ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വെരി സൂൺ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നോക്കാം. മേജർ എവന്റ്സ്, ഫേസ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ജെന്യൂൻ ആയിട്ട് എഫേർട്ട് കൊടുക്കുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അപ്രോച്ചിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാത്തിരിപ്പിനോ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്ന അല്ലെങ്കിൽ വീണ്ടും ചില മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരുപാട് എഫേർട്ട് ഇവിടെ മാറ്റർ ആവുന്നുണ്ട് അല്ലെ, ഒരുപാട് എഫേർട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, ആർക്കും ഒരാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ അത് കരിയർ വൈസിലോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ മേജർ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാള് മറ്റൊരാളെ നോക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന രീതിയിലായിരിക്കാം ഒരാൾ കാണുന്നുണ്ടായിരിക്കാം. എസ്പെഷ്യലി ആ വ്യക്തി നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങൾ അങ്ങനെയായിരിക്കാം കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതൊരു റീസൺ ആവുന്നുണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളോ അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇതൊന്നും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാത്തിരിപ്പുകളോ ഡിസ്റ്റൻസോ പ്രോബ്ലംസോ അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ. സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ അവർക്കോ ഒരു വലിയൊരു ചേഞ്ച് വേറൊരു ഏരിയാസിൽ സംഭവിക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇതിന്നുണ്ടായിട്ടുള്ള ചില പെയിൻ
വേറെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ സർവീസ് ആയിട്ടായിരിക്കാം, നിങ്ങളുടെ പേർപ്പസ് ആയിട്ടായിരിക്കാം, വേറെ ഏതൊരു രീതിയിലേക്ക് നിങ്ങൾക്ക് അത് ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്കത് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ടഫ് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു സർവീസ് എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമായിരിക്കാം. കാരണം ഫെമിനിൻ ആണ് ഇവിടെ കൂടുതൽ ഗ്ലോ ചെയ്യുന്നത്, ഓൾറൈറ്റ്, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പോലും നിങ്ങൾ രണ്ടുപേരും ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ സ്ത്രീകളോ അല്ലെങ്കിൽ ഫെമിനിൻ എനർജിയിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ പേർപ്പസ് ഒരുപാട് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിലോ ഈ ഒരു പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും ആ ഒരു കാര്യത്തിലേക്കാണ്. സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ എന്ത് കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്ത് കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും അത് ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യല്ല നിങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ സർവീസിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ സർവീസ്, ഓക്കെ, നിങ്ങളുടെ ഒരു കൈൻഡ്നെസ് കാണിക്കേണ്ട ചില വേറെ ഏരിയാസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കൈൻഡ്നെസ് കാണിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ എംപതി, നിങ്ങളുടെ സിംപതി, നിങ്ങളുടെ ഒരു എംപാസ് എനർജി ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യേണ്ട വേറെ ആളുകളുണ്ട്. അത് ആനിമൽസ് ആയിരിക്കാം, ഹ്യൂമൻസ് ആയിരിക്കാം, ഡിഫറെന്റ് കൈൻഡ് ഓഫ് സർവീസ് ആയിരിക്കാം. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് മറ്റൊരാളെ കാണുന്ന സമയത്ത് വളരെ കൂടുതൽ ഇൻസ്പയർഡ് ആവുന്നത് ആ വ്യക്തി ചെയ്യുന്ന കാര്യം കണ്ടിട്ടാണ്. ആൻഡ് ദാറ്റ്സ് ദ ഓൺലി റീസൺ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഒരു വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു പെയിനിന്ന് നിങ്ങളുടെ ഈ ഒരു ബെസ്റ്റ് വേർഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്താണ് ആ വ്യക്തിക്കും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുക, ആ വ്യക്തിക്കും തിരിച്ചറിയാൻ സാധിക്കുക. അതല്ലാതെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന പേഴ്സണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അതിന്റെ പിറകെ പോകുന്ന സമയത്ത് അവർക്കൊരിക്കലും അവർ ചെയ്യുന്ന കാര്യത്തിന്റെ ഡെപ്ത്, നിങ്ങൾ അത് എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അത്ര ഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചില ആളുകൾക്ക് ഓൾറെഡി സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരാൾ വളരെ അട്രാക്റ്റീവ് ആവുന്നുണ്ട് അവരുടെ ഒരു സർവീസ് കൊണ്ട്, അവരുടെ ഒരു പേർപ്പസ് കൊണ്ട് ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു വലിയൊരു ഇയേഴ്സ് ഓഫ് ഗ്യാപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആവശ്യമുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഒരുപാട് ലോങ് ഗ്യാപ്പിന് ശേഷമായിരിക്കാം നിങ്ങൾ കൂടുതൽ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ സെപ്പറേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കണം. പക്ഷെ ഒരു ഹിഡൻ പ്രോസസ് അല്ലെങ്കിൽ ഒരു പേർപ്പസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് മനസ്സിലാക്കുക, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെലിവർ ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ അതിന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ഒത്തന്റിക് വേർഷനിലേക്ക് വരിക, നിങ്ങളുടെ സർവീസിലേക്ക് കണക്ട് ചെയ്യുക. ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള നിങ്ങൾ പോകുന്നത് ഒരു വേദന നിറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് റൈറ്റ് ആയിട്ട് അലൈൻഡ് ആക്കാൻ സാധിക്കും. ഈ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഇതല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യണം, വേറെ കാര്യത്തിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതില്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല, ഇതൊന്നും ഒരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമല്ല. ആൻഡ് അതല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നതും അതല്ല. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. ഓക്കെ, സോ കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ ഉണ്ടാവും, ബട്ട് അഗൈൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ പ്രത്യേകിച്ച് ഇന്റൻഷനലി ഒന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യാതിരിക്കുക. ചില ആളുകൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ഈവൻ ഈ വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഈ വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾ അതേ പാറ്റേണിൽ വീണ്ടും പോകരുത്. അതിനൊക്കെ മാറി നിങ്ങൾ വരണം, അല്ലെങ്കിൽ മാറ്റുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്ന സമയത്താണ് ആ ഒരു മിസ്റ്റേക്സ് പരസ്പരം നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാനും ആക്ഷൻസ് റിയലൈസ് ചെയ്യാനും അത് തിരുത്താനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. അതല്ലാതെ ഒരേ അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് ഒരാൾ ആ വ്യക്തിയുടെ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല, മറ്റൊരാൾ സഫർ ചെയ്തുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ പോകും. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.